everyone, welcome back to Fatho's Cooking. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നാട്ടിലൊക്കെ ഇന്ന് ഭയങ്കര മഴയായിരുന്നില്ലേ? അതുകൊണ്ട് നമുക്കൊരു ചിക്കൻ ഫ്രൈ റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു വളരെ ടേസ്റ്റി ആയിട്ടും ഉള്ളൊരു ഡിഷാണ്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ റെസിപ്പി ആയതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മളൊരു 10 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ചിക്കൻ വേണോ മാത്രമേ എടുത്തോളൂ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് ഹാഫാണ് കേട്ടോ. എന്നിട്ട് ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റ് ആക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ, പിന്നെ ഉപ്പ് എത്ര ആവശ്യമുണ്ട് അത്രയും. അപ്പോൾ ഇനി നമുക്ക് ചില്ലി പൗഡർ 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ. അപ്പോൾ ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ ഇടണം, പിന്നെ 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ എല്ലാം കൂടെ ഇടാം. പിന്നെ ചില്ലി ഫ്ലേക്സ് 2 ടീസ്പൂൺ, എന്നിട്ട് കോൺഫ്ലവർ 2 ടീസ്പൂൺ. ഇനി നമുക്ക് ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യമുള്ള കറിവേപ്പില, എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം വേണമെങ്കിൽ വെക്കാം, കാരണം മസാല നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് പൊരിക്കേണ്ട ടാസ്കും കൂടെ ഉള്ളു. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ലെഗ് പീസ് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഇത് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം, എന്നിട്ടാണ് ലോ ഫ്ലെയിമിലോട്ട് മാറ്റേണ്ടത്. ഇത് വല്ലപ്പോഴൊക്കെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ നന്നായിട്ട് പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് കോരി എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കല്, ഞാൻ വെറുതെ പറയുന്നതല്ല, ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉമ്മയുടെ ഡിഷ് ഇതാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഫ്രൈൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ കൂട്ടാം. നമുക്ക് കോക്കനട്ട് 2 ടേബിൾ സ്പൂൺ, ഗ്രീൻ ചില്ലി 2 എണ്ണം, പിന്നെ കറി ലീവ്സും കൂടെ ചിക്കൻ പുരട്ടി അതേ മസാലയിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് ടേസ്റ്റ് വരണമെങ്കിൽ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, അത് പ്ലെയിനായിട്ട് തിന്നാം. പക്ഷേ ഇതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊരിച്ച ചിക്കനും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അപ്പോൾ കോക്കനട്ടിൻ്റെ ടേസ്റ്റ് ചിക്കനിൽ പിടിക്കും. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് നമ്മൾ കഴിക്കാൻ പോകുന്ന അപ്പത്തിൻ്റെ വടയാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ സ്കിപ്പ് ചെയ്തൊന്നും കാണല്ലേ, അപ്പോൾ നമ്മളുടെ വാച്ചിങ് അവർ കുറയും. ഞാൻ ചുമ്മാ പറഞ്ഞതാണേ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ആഴ്ച ഒരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ സൈനിങ് ഓഫ്, സീ യു, ബൈ.